ആലപ്പുഴ ആലപ്പുഴ കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നു. വെനീസിൽ ധാരാളം തോടുകൾ. ആലപ്പുഴയിലും ധാരാളം തോടുകൾ. പ്രാചീന കാലത്ത് സ്പൈസസ് ഈ ജലമാർഗത്തിലൂടെയാണ് ആലപ്പുഴ പോർട്ടിലെത്തിച്ചിരുന്നത്. എറണാകുളത്തുകാർക്ക് 7:50 ഒരു മെമ്മുണ്ട് ആലപ്പുഴയിലേക്ക്. ആലപ്പുഴയിൽ ചെന്നാൽ അമ്പലപ്പുഴയിലേക്ക് ബസ് കിട്ടും. അമ്പലപ്പുഴ ക്ഷേത്രം കണ്ടതിന് ശേഷം തകഴിയുടെ വീട്ടിലെത്താം. തകഴിയുടെ വീടും കണ്ട ശേഷം തകഴി അയ്യപ്പ ക്ഷേത്രം കാണുക. തിരിച്ച് കരുമാടിക്കുട്ടനെ കാണുക. ശ്രീബുദ്ധൻ്റെ പ്രതിമയാണ്. ഈ കരുമാടിക്കുട്ടനെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ട് അഭിപ്രായം പറയണേ. ഞാൻ ആലപ്പുഴ ബോട്ട് ജെട്ടിയിലെത്തി. വളരെ വീതി കുറഞ്ഞ ബോട്ട് ജെട്ടിയാണ്. ഒരു ബോട്ട് വന്നു. ആ ബോട്ട് തിരിക്കാൻ കഴുക്കോലുകൊണ്ട് കുത്തിയാണ് തിരിച്ചത്. ബോട്ട് തിരിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ ബോട്ടിൽ കയറി. വളരെയധികം ആൾക്കാരില്ല. സീറ്റ് പോലും കാലിയാണ്. ആ ബോട്ട് പോകുമ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ ആൾക്കാർക്ക് സഞ്ചരിക്കാനുള്ള നടപ്പാതകൾ കാണാം. അത് വളരെ ഉയരത്തിൽ നല്ല ഭംഗിയിൽ പണിതിട്ടുണ്ട്. പക്ഷേ ബോട്ടിൻ്റെ ഇരുകരകളും കല്ലുകൾ വെച്ച് കെട്ടിയിട്ടില്ല. പലയിടത്തും പൊളിഞ്ഞും കിടക്കുകയാണ്. അതൊരു വൃത്തികേടാണ്. അതും കൂടി നന്നാക്കിയാൽ നമ്മൾ ദൈവത്തിൻ്റെ നാടായ ഈ ആലപ്പുഴയിൽ സ്വർഗത്തിലൂടെ സഞ്ചരിക്കുന്നതായിട്ട് അനുഭവപ്പെടും. സർക്കാരിൻ്റെ ഒരു ചെറിയ ശ്രദ്ധ മതി. ഈ ബോട്ടുകൾ സഞ്ചരിക്കുമ്പോൾ എതിരെ ആലപ്പുഴയ്ക്ക് വരുന്ന ബോട്ടുകൾ കാണാം. അവരും അടുക്കുന്ന ജെട്ടിയിൽ തന്നെ നമ്മളും അടുക്കും. ഇരുവശങ്ങളിലും ബോട്ട് ജെട്ടി ഉണ്ട്. പക്ഷേ വീതിയില്ലാത്തതുകൊണ്ട് ബോട്ടുകൾ അടുക്കാൻ എളുപ്പമാണ്. രണ്ട് കരയുടെ ഇരുവശങ്ങളിൽ നല്ല കെട്ടിടങ്ങളുണ്ട്. ഹോട്ടലുകളും റിസോർട്ടുകളും. ഈ തോടിന് ഒരു വശം മുഴുവൻ ഹൗസ് ബോട്ടുകൾ കെട്ടിക്കിടക്കുന്നു. അത് ഓടി വന്ന ഹൗസ് ബോട്ടുകളായിരിക്കാം. അടുത്ത ഓട്ടത്തിന് ആൾക്കാരെ കാത്തിരിക്കുകയാണ്. നോർത്ത് ഇന്ത്യൻസ് ധാരാളം വരുന്നുണ്ട്. ഫോറിനേഴ്സും വരുന്നുണ്ട്. പക്ഷേ കേരളീയരുണ്ടോ ഇല്ലയോ വളരെ സംശയമാണ്. നമുക്ക് ഹൗസ് ബോട്ടിൽ കയറേണ്ട കാര്യമില്ല. നമുക്ക് ഈ ലൈൻ ബോട്ടിൽ കയറിയാൽ മതി. തിരിച്ച് അവിടെ നിന്ന് ഈ ലൈൻ ബോട്ടിൽ തന്നെ പോരാം. ഹൗസ് ബോട്ട് സഞ്ചരിച്ച പ്രതീതി തന്നെ നമുക്കുണ്ടാവും. പക്ഷേ സ്പെഷ്യലല്ല എന്നൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. ഈ ബോട്ട് ഒരു ജെട്ടിയിലോട്ട് അടുക്കാൻ പോകുന്നു. രണ്ടുപേര് നിൽപ്പുണ്ട്. അതുകൊണ്ടാണ് ബോട്ട് അടുപ്പിക്കുന്നത്. ആളില്ലെങ്കിൽ ഈ ബോട്ട് അടുക്കാതെ പോയാൽ. ഇത് പുന്നമട കായലിലേക്ക് ഈ ബോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുന്നമട കായലാണ് വെമ്പനാട്ട് കായലിൽ ചെന്ന് ചേരുന്നത്. വെമ്പനാട്ട് കായലിൽ ചെല്ലുമ്പോഴാണ് കായലിൻ്റെ വിസ്തീർണം മനസ്സിലാവുന്നത്. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കോളേജിൽ പഠിക്കാൻ പോയിരുന്നത് ബോട്ടിലാണ്. വരാപ്പുഴ എറണാകുളം ബോട്ടിൽ. എൻ്റെ വീട് കോലാട്. എൻ്റെ വീടിനടുത്തുള്ള ജെട്ടിയിൽ നിന്ന് കയറിയാൽ 1.5 മണിക്കൂർ കഴിഞ്ഞാണ് എറണാകുളത്ത് എത്തുന്നത്. അതുകൊണ്ട് എനിക്ക് ബോട്ടിലെ യാത്ര ഒരു ദുരിതമായിരുന്നു. ബോട്ടിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു അലർജിയായി മാറി. ഈ ആലപ്പുഴയിലൂടെ ഞാൻ വളരെ പ്രാവശ്യം സഞ്ചരിച്ചിട്ടുണ്ട്. 10 വർഷത്തിൽ കൂടുതൽ. എന്നിട്ടും ഞാൻ ആലപ്പുഴ കായലിലൂടെ ഒരു ബോട്ടിൽ കയറി സഞ്ചരിക്കാൻ താല്പര്യപ്പെട്ടില്ല. കാരണം എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ പഠിക്കാൻ പോയിരുന്ന അനുഭവമാണ്. പക്ഷേ ഇന്ന് ആലപ്പുഴ കായലിലൂടെ സഞ്ചരിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എൻ്റെ സഞ്ചാരം സ്വർഗത്തിലൂടെയായിരുന്നു. ഇത് വളരെ നേരത്തെ ചെയ്യാമായിരുന്നു. ഓട്ടെ, സാരമില്ല. ആയാലും
കയറി സഞ്ചരിക്കാൻ കഴിഞ്ഞല്ലോ. ഇതാ ഒരു ഹൗസ് ബോട്ട് പോകുന്നത് കണ്ടോ, നല്ല ഭംഗിയുള്ള ഹൗസ് ബോട്ടാണ്. അതിൽ ധാരാളം ആൾക്കാരുമുണ്ട്. ചില ഹൗസ് ബോട്ടുകളിൽ 2 പേർ മാത്രമേ കാണൂ. അത് ഭൂരിഭാഗവും ഫോറിനേഴ്സ് ആയിരിക്കും. ചില നോർത്ത് ഇന്ത്യൻസും 2 പേര് 3 പേരായിട്ട് പോകുന്നത് ഹൗസ് ബോട്ടുകൾ കണ്ടു. ഒരു ഹൗസ് ബോട്ടിന് 10,000 രൂപയോളം വരും ചാർജ്. അതിലും കൂടിയ ഹൗസ് ബോട്ടുകളുണ്ട്. അതനുസരിച്ച് കപ്പാസിറ്റിയും കൂടും, ആൾക്കാർക്ക് കയറാനുള്ള കപ്പാസിറ്റി. പക്ഷേ നമുക്ക് ഈ ഹൗസ് ബോട്ടിൻ്റെ ആവശ്യമില്ല. 20 ഒരാൾക്ക് സഞ്ചരിക്കാൻ സൗകര്യപ്പെടുന്ന ബോട്ടുകൾ ഉള്ളപ്പോൾ എന്തിനാണ് ഹൗസ് ബോട്ട്? പക്ഷേ ഗ്രൂപ്പായിട്ട് പോകുന്നവർക്ക് ഹൗസ് ബോട്ട് തന്നെ വേണം. ഭക്ഷണം ഹൗസ് ബോട്ട് കഴിക്കുക, ഇല്ലെങ്കിൽ ഹൗസ് ബോട്ട് പുഴയുടെ തീരത്തുള്ള റിസോർട്ടിൽ അടുപ്പിച്ച് അവരുടെ ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. പോകുന്ന വഴിക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ പുന്നമട കായലിലെത്തി. ഇവിടെ നെഹ്റുവിൻ്റെ ഒരു പ്രതിമയുണ്ട്, അതിമനോഹരമായ ഒരു പ്രതിമ. പുഴയിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു പ്രതിമ. അത് 1952 ആലപ്പുഴ ബോട്ട് റേസ് കാണാൻ അദ്ദേഹം എത്തിയിരുന്നു. ആലപ്പുഴ ബോട്ട് റേസ് എല്ലാ വർഷവും ഓഗസ്റ്റ് 2ാമത്തെ ശനിയാഴ്ചയാണ്. നെഹ്റുവിനെ നിൽക്കുന്നു, എല്ലാ ഭംഗിയിലാണ് നിൽക്കുന്നത്. ഇവിടെയാണ് ബോട്ട് റേസിൻ്റെ ഫിനിഷിംഗ് പോയിന്റ്. ആ പൗലിയിൽ നിന്നാണ് കാണുന്നത്. ഈ വർഷം മെയിൻ്റെനൻസ് ചെയ്തിട്ടില്ല. 2024 ബോട്ട് റേസ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. പുല്ലും കാടും പിടിച്ച് കിടക്കുകയാണ്. ഇതൊക്കെ പുഴയിലെ പായലാണല്ലോ. പായലിൻ്റെ കാണാൻ ഭംഗി, നല്ലൊരു ഭംഗിയാണ്. നിങ്ങളെല്ലാവരും ആലപ്പുഴയിൽ പോയി ഈ ബോട്ടിൽ കയറി ഒരു സഞ്ചാരം നടത്തണം. ഫാമിലി ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ബോട്ട് ജെട്ടിയിൽ ഇറങ്ങി അവിടുത്തെ കള്ളശാലം കഴിഞ്ഞ് കള്ള് കുടിച്ച് കുട്ടനാടൻ ഭക്ഷണം കഴിക്കാം. താറാവും എല്ലാ തരം മീനും കിട്ടും. താറാവ് മാത്രമല്ല, കോഴിയും പോർട്ടും ഉണ്ട്. മീനാണെങ്കിൽ എല്ലാത്തരം മീനും, ഞണ്ടും കട്ടിയിറച്ചി. അവരുടെ ഭക്ഷണത്തിൻ്റെ ആ പട്ടിക കേട്ടതിന് നമ്മൾ ഞെട്ടും. അത്രയധികമുണ്ട്. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം, കമൻറ്റും ചെയ്യണം. എൻ്റെ ചാനലിൻ്റെ പേര് ശല്യം. ഒരിക്കലും നിങ്ങളാ കാര്യത്തിൽ അമാന്തം കാണിക്കരുത്. നിങ്ങളെൻ്റെ കൂടെ എല്ലാ വീഡിയോ കണ്ട് എന്നെ പ്രോത്സാഹിപ്പിക്കണം. ആരെയും യൂട്യൂബിൽ പിടിച്ചിരിക്കാനാവും. നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എൻ്റെ ചാനൽ ഞാൻ സൂചിപ്പിക്കുന്നു. ശരി, ഈ വീഡിയോ കണ്ട നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയുന്നതോടൊപ്പം അടുത്ത വീഡിയോയിൽ കാണാനുള്ള പ്രതീക്ഷ.